പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ഈശോ ഈ ലോകത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട്, കുരിശിൽ ചുമന്നുകൊണ്ട്, കാൽവരിയുടെ വിരിമാറിൽ ആകാശത്തിനും ഭൂമിക്കും കീഴെ കുരിശിൽ കിടന്നുകൊണ്ട് 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് അവിടുത്തെ അവസാന തുള്ളി രക്തവും ജലവും പാപികളായ നമുക്ക് വേണ്ടി ഒഴുക്കി നമുക്ക് രക്ഷപ്രദാനം ചെയ്ത ദിനമാണ്. ഇന്ന് ഈശോ നമ്മോട് ഓരോരുത്തരോടും പറയുന്നൊരു കാര്യം സഹനത്തെ പ്രണയിക്കണമെന്നുള്ളതായിരിക്കും. സഹനത്തിലൂടെയാണ് ഒരാത്മാവ് രക്ഷയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതായിരിക്കും. 1 കൊരിന്ത്യസ് 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. സഹനങ്ങൾ ഒരിക്കലും ശാപമല്ല. സഹനങ്ങൾ ഒരിക്കലും നിന്നെ തകർക്കാനോ നശിപ്പിക്കാനോ ഉള്ളതല്ല. കുരിശുകൾ ഒരിക്കലും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ളതുമല്ല. മറിച്ച് ഈ കുരിശുകളാ സ്വർഗത്തിൻ്റെതാക്കി നിന്നെ മാറ്റുക. ഈ കുരിശുകളാ നിന്നെ വിശദീകരിക്കുക. ഈ കുരിശുകളാ നിന്നെ ഈശോയെ പോലെ ആക്കുക. എപ്പോഴാ കുരിശുകളൊക്കെ തിരുക്കുരിശുകളാകുക? ആ കുരിശ് ഈശോയോടൊപ്പം സഹിക്കുമ്പോഴാ, ഈശോയോടൊപ്പം ഏറ്റെടുക്കുമ്പോഴാ. ഈശോയോടൊപ്പം സഹിക്കാൻ, ഈശോയോടൊപ്പം നിൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കുരിശുകൾ ഏറ്റെടുക്കാനുള്ള കരുത്ത് നിനക്ക് ലഭിക്കട്ടെ. 1 കൊരിന്ത്യസ് 1:23-24 ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും അത്രേ. കുരിശിലല്ല ജ്ഞാനം അടങ്ങിയിരിക്കുന്നത്. കുരിശിലാണ് നമ്മുടെ രക്ഷ അടങ്ങിയിരിക്കുന്നത്. കുരിശിലാണ് നമ്മുടെ ശക്തി അടങ്ങിയിരിക്കുന്നത്. കുരിശിലാണ് സ്വർഗത്തിലേക്കുള്ള കൃപ നിറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ ശപിക്കാതെ, വെറുക്കാതെ ഈശോയോടൊപ്പം സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് കൃപ ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയുടെ കുരിശ് എന്നെ വിശദീകരിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.